കാർബോഹൈഡ്രേറ്റിൽ അടുത്ത ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് പോളിസാക്കറൈഡ്സ് ആണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. പഴയ സിലബസ് പ്രകാരമുള്ള അത്രയും കണ്ടൻറ്റ് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒലിഗോസാക്കറൈഡ്സിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു, 2 to 10 എന്ന് പറയുന്നത്. അപ്പം 10 അബോവ് എത്ര മോണോസാക്കറൈഡ്സ് കമ്പൈൻ ചെയ്ത് ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ പോളിസാക്കറൈഡ്സ് എന്നാണ് പറയുക. അപ് ടു 10 വരെ നമ്മൾ ഒലിഗോസാക്കറൈഡ്സ് എന്നുള്ള പേര് പറഞ്ഞു. അപ്പം പോളിസാക്കറൈഡ്സ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരുപാട് ഷുഗർ യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടായേക്കുന്ന കാർബോഹൈഡ്രേറ്റിനെയാണ് നമ്മൾ പോളിസാക്കറൈഡ് എന്ന് വിളിക്കുക. അപ്പം നമ്മൾ 10 അബോവ് എന്ന് പറയുമെങ്കിലും നോൺ ആയിട്ടുള്ള എല്ലാ പോളിസാക്കറൈഡ്സിലും ധാരാളം ഇൻഡിവിജ്വൽ മോണോസാക്കറൈഡ്സ് ഉണ്ട്. ഒരു 20 or 25 അല്ല. ഓക്കെ, എത്രയോ അധികം മോണോസാക്കറൈഡ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മളൊരു വാല്യൂ ആയിട്ട് പറയുന്നതേ ഉള്ളൂ 10 അബോവ് എന്നുള്ളത്. അപ്പോൾ ഓർമ്മിക്കാതെ. ഓക്കെ, പോളിസാക്കറൈഡ്സ് മേക്കപ്പ് മേജർ കമ്പോണൻറ്റ് ഓഫ് ഓൾ ദ ബയോമാസ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഓൺ ദി എർത്ത്. അപ്പം അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിലെ, അതായത് വേൾഡിൽ കാണുന്ന അല്ലെങ്കിൽ നേച്ചറിൽ കാണുന്ന കാർബോഹൈഡ്രേറ്റിലെ 90% എന്താണ്? പോളിസാക്കറൈഡ്സ് ആണ്. അപ്പോൾ എന്താണ് പോളിസാക്കറൈഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മൾ എടുക്കുക. ഓക്കെ, സ്റ്റോറേജ് ഫോമായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഒരു പോളിസാക്കറൈഡ് ആണ്. അതാണ് നമ്മുടെ ബോഡിയിലുള്ള എനർജി സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൈക്കോജൻ ആക്കിയിട്ടാണ് സ്റ്റോർ ചെയ്യുക. പ്ലാന്റ്സിൽ എടുക്കുകയാണെങ്കിലോ അത് സ്റ്റാർച്ചാണ്. ഓക്കെ, ഈവൻ ബാക്ടീരിയയിൽ എടുക്കുകയാണെങ്കിലും അത് ഗ്ലൈക്കോജൻ ആണ്. അപ്പം അങ്ങനെ സ്റ്റോറേജ് ഫോം ഓഫ് എനർജി എന്നുള്ളത്, പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എപ്പോഴും പോളിസാക്കറൈഡ് ആയിരിക്കും, സ്റ്റോർഡ് ഫോം ഓഫ് എനർജി. രണ്ടാമത്തെ കമ്പോണൻ്റ് എടുക്കുകയാണെങ്കിൽ സ്ട്രക്ചറൽ പാർട്ട് എടുക്കുക നമ്മൾ. ഓക്കെ, ഇപ്പം പ്ലാന്റ്സിൻ്റെ സെൽ വാള്, അതുപോലെ ബാക്ടീരിയൻ്റെ സെൽ വാള്, ഫംഗസിൻ്റെ സെൽ വാള്, ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ യു വിൽ ഫൈൻഡ് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോളിസാക്കറൈഡ്സ്. ഓക്കെ, അപ്പം അത് സ്ട്രക്ചറൽ കമ്പോണൻ്റ് എന്ന് പറയും. നമ്മളെ ഇൻ്റർസെല്ലുലാർ സ്പേസ് എടുക്കുക, അവിടെയും ഈ പറയുന്ന പോളിസാക്കറൈഡ്സ് ആയിരിക്കും സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പം സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിക്ക് ഒരു കോൺട്രിബ്യൂഷനായിട്ട് നമുക്കെപ്പോഴും പോളിസാക്കറൈഡ്സിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, മൂന്നാമത്തെ ഓൾറെഡി പറഞ്ഞു എക്സ്ട്രാ സെല്ലുലാർ കമ്പോണൻ്റ് എന്നുള്ളത്. നാലാമത്തെ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ സെൽ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അതിലും ഒരു മേജർ റോള് ഈ പറയുന്ന പോളിസാക്കറൈഡ്സ് പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ഈ 4 മേജർ ഫങ്ഷൻസ് ആണ് പോളിസാക്കറൈഡ്സിൻ്റെ കേസിൽ എടുക്കുന്ന റോള് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ലിവിങ് ഓർഗാനിസത്തിൽ. പോളിസാക്കറൈഡ്സിനെ നമുക്ക് പ്രധാനമായിട്ടും അതിൻ്റെ ഇൻഡിവിജ്വൽ കമ്പോണൻസിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ട് പ്രധാനമായിട്ടും 2 ആയിട്ട് തിരിക്കാം. അതാണ് ഹോമോ പോളിസാക്കറൈഡ്സും അതുപോലെ ഹെറ്ററോ പോളിസാക്കറൈഡ്സും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹോമോ എന്ന് അർത്ഥാക്കുന്നത് എന്തായിരിക്കും? സെയിം ആണ് അല്ലേ. സിമിലർ മോണോസാക്കറൈഡ്സ് ആണ് കമ്പൈൻ ചെയ്തതെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോമോ പോളിസാക്കറൈഡ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ഗ്ലൈക്കോജൻ നമുക്കറിയാം. ഗ്ലൈക്കോജന് എന്ത് കമ്പൈൻ ചെയ്തിട്ടുണ്ടായതാണ്? ഗ്ലൂക്കോസ് α1,4 ലിങ്കേജ് വഴി കമ്പൈൻ ചെയ്തിട്ടുണ്ടായതാണ്. ഗ്ലൂക്കോസ് അല്ലാതെ യാതൊരു മോളിക്യൂളും ഈ പറയുന്ന ഗ്ലൈക്കോജനിലില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഗ്ലൈക്കോജൻ ഈസ് എ ഹോമോ പോളിസാക്കറൈഡ്. സിമിലർ ആണ് സ്റ്റാർച്ചിൻ്റെ കേസിൽ, അതും ഗ്ലൂക്കോസിൻ്റെ പോളിസാക്കറൈഡ് ആണ്. കൈറ്റിൻ്റെ കേസിൽ NSAയിൽ, അപ്പം കൈറ്റിനും എന്താണ്? ഹോമോ പോളിസാക്കറൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഹോമോ പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ്സ് മാത്രം പോളിമറൈസ് ചെയ്തിട്ടുണ്ടാവുന്ന പോളിസാക്കറൈഡിനെയാണ് നമ്മൾ ഹോമോ പോളിസാക്കറൈഡ് എന്ന് വിളിക്കുക. ഇനി ഹെറ്ററോ പോളിസാക്കറൈഡ് എടുക്കുകയാണെങ്കിലോ പേര് തന്നെ അറിയാം അല്ലേ, ഡിഫറെൻറ്റ്. അപ്പം മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു പോളിസാക്കറൈഡ് ഉണ്ടായതെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെറ്ററോ പോളിസാക്കറൈഡ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോമോ പോളിസാക്കറൈഡിൻ്റെ ഡെഫിനേഷൻ കാണാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ചെയിൻ ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ്. എക്സാമ്പിൾസ് ആർ സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, കൈറ്റിൻ എറ്റ്സെട്ര. ഓക്കെ, ഇത് സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, ഒരേ ടൈപ്പ്, ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇത്. ക്ലിയർ ആണല്ലോ, സിംബോളിക് ആണ്, അല്ലാതെ കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ട് നിൽക്കണമെന്നില്ല. അപ്പം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 or more types of monosaccharides. അതാണ് ഹെറ്ററോ പോളിസാക്കറൈഡ്സ് എന്ന്. മിനിമം 2 ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് വിളിക്കാം ഹെറ്ററോ പോളിസാക്കറൈഡ്സ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതിൻ്റെ കേസിൽ, ഇപ്പം പോളിസാക്കറൈഡ്സിൻ്റെ കേസിൽ മോണോസാക്കറൈഡ്സ് ക്യാൻ ജോയിൻ ഇൻ എ ലീനിയർ ഫാഷൻ ഓർ ബ്രാഞ്ച് ഫോം.
ഓക്കെ, ലീനിയർ ഫാഷൻ എന്ന് പറയുന്നത് ഇതാണ്. ബ്രാഞ്ച് ഫോം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് വേറൊരു മോളിക്യൂൾ അറ്റാച്ച് ചെയ്യുന്നു, ഇതിലേക്ക് വീണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇതിനെയാണ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പം ബ്രാഞ്ചിങ് ഫോമിലോ അല്ലെങ്കിൽ ലീനിയർ ഫോമിലോ, ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഗ്ലൈക്കോജൻ അല്ലെ, ഹൈലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇനി അമൈലോസ് എടുക്കുകയാണെങ്കിലോ ലീനിയർ ആണ്. അമൈലോ പെക്റ്റിൻ എടുക്കുകയാണെങ്കിലോ അത് ബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം എക്സാമ്പിൾസ് ഓഫ് ഹെറ്ററോപോളിസാക്കറൈഡ്സ് ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് ബാക്ടീരിയൽ സെൽ വാളിൽ കാണുന്ന പെപ്റ്റിഡോഗ്ലൈക്കാൻ. ഓക്കെ, ഇപ്പോൾ എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈനും എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡും കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ പോളിമറൈസേഷൻ ആണ്. അപ്പോൾ ഒരു ഡൈമറിക് യൂണിറ്റിൻ്റെ പോളിമറൈസേഷൻ കാരണമാണ് പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയുന്ന പോളിസാക്കറൈഡ് ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ രണ്ട് കമ്പോണൻസ് ഉണ്ട് അല്ലേ. നേരത്തെ കണ്ടതുപോലെ ഗ്ലൂക്കോസ് മാത്രമോ അല്ലെങ്കിൽ എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ മാത്രമോ അല്ല, മറിച്ച് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈനും എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡും കൂടെ കമ്പൈൻ ചെയ്ത് അതിൻ്റെ റിപ്പീറ്റേഷൻ ആയിട്ടാണ് പോളിമറൈസേഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഹെറ്ററോപോളിസാക്കറൈഡിൽ കൗണ്ട് ചെയ്യാം. അതുപോലെയാണ് അഗറോസും. ഓക്കെ, ഗാലക്ടോസും അതുപോലെ തന്നെ എൻ അസറ്റൈൽ ഗാലക്ടോസ് ചേർന്നിട്ടുള്ളതാണ് ഈ പറയുന്ന അഗറോസ് എന്ന് പറയുന്നത്. സോ നേരത്തെ പറഞ്ഞതുപോലെ ഡൈമറിക് യൂണിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. ഓക്കെ, ഇനി ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കാൻസ് എടുക്കുകയാണെങ്കിൽ എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈനും അതുപോലെ തന്നെ എൻ അസറ്റൈൽ ഗാലക്ടോസമൈനും കൂടെ കമ്പൈൻ ചെയ്ത ഒരു ഡൈമറിക് യൂണിറ്റ് പോളിമറൈസ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഈ പറയുന്ന ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കാൻ എന്ന് പറയുന്ന പോളിസാക്കറൈഡ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടും അതിനെയും എന്ത് വിളിക്കാം, നമുക്ക് ഹെറ്ററോപോളിസാക്കറൈഡ്സ് എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ സിലബസ് പ്രകാരം ഹോമോപോളിസാക്കറൈഡ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റാർച്ചും ഗ്ലൈക്കോജനും വെച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതേസമയം ഹെറ്ററോപോളിസാക്കറൈഡ്സ് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനും അതിൻ്റെ എക്സാമ്പിളും മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഈ പറഞ്ഞ കഴിഞ്ഞ 2 സ്ലൈഡുകളിലായിട്ട് കാണിച്ചേക്കുന്ന കണ്ടന്റ് മാത്രമേ നമുക്ക് എന്തിൻ്റെ ആവശ്യമുള്ളൂ, ഹെറ്ററോപോളിസാക്കറൈഡ്സിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പാരിനോ പാരൻ സൾഫേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ ആവശ്യമില്ല ആസ് പെർ ദ സിലബസ്. അപ്പോൾ അത്രയും കുറച്ച് മാത്രമേ കണ്ടന്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സോ നൗ വി വിൽ ബി മൂവിങ് ടു ദി ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ഹോമോപോളിസാക്കറൈഡ് വിത്ത് സ്റ്റാർച്ച് ആസ് വെൽ ആസ് വിത്ത് ഗ്ലൈക്കോജൻ. അപ്പോൾ അതായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു ലിസൺ ടു ദാറ്റ്. അപ്പോൾ ഇത് എന്ന് പറയുന്ന ഹെറ്ററോപോളിസാക്കറൈഡും ഹോമോപോളിസാക്കറൈഡും അതിൻ്റെ എക്സാമ്പിൾസും നിങ്ങൾ ഡെഫിനിഷനായിട്ട് പഠിക്കുക. എക്സാമ്പിൾസ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, സോ കാർബോഹൈഡ്രേറ്റിൻ്റെ എസ്സേ ചോദിക്കുമ്പോൾ ഈ ഡീറ്റെയിൽസ് നിർബന്ധമായിട്ടുണ്ടാവണം പോളിസാക്കറൈഡ്സിൻ്റെ കമ്പോണൻ്റ് ആയിട്ട്.